ഹായ് ഗായ്സ്, എല്ലാവർക്കും കുട്ടിക്കുറുമ്പി വ്ലോഗിലോട്ട് സ്വാഗതം. ഗായ്സ്, ഇനി എൻ്റെ മമ്മി ഒരു അടിപൊളി കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ അത് കാണുക. ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു കപ്പളമാണ്. ഈ കപ്പളം പെരയുടെ മുകളിൽ വളർന്ന വെട്ടിക്കളയണമെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ചോടെ എങ്ങനെ വെട്ടിക്കളയല്, നമ്മളതിൻ്റെ താഴെ അടിഭാഗമായിട്ട് നമ്മൾ വെട്ടിക്കളയണം. ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെള്ളം ഇറങ്ങാത്ത പോലെ നമ്മൾ ഒരു എന്തെങ്കിലും വെച്ച് പ്ലാസ്റ്റിക് വെച്ചിട്ട് മൂടി വെക്കണം. അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ എകരങ്ങൾ പൊട്ടി അത് നിറച്ച് കുറേ എകരങ്ങളായിട്ട് കപ്പള ഇഷ്ടം പോലെ ആവും. പിന്നെ അത് ഒത്തിരി വളർന്നു കഴിയുമ്പം പിന്നെയും വെട്ടിക്കളയണം അവിടം വെച്ച്. അല്ലാതെ നമ്മൾ ചോടെ ഒരിക്കലും വെട്ടല്ലേ. ഈ ഒരു കപ്പളത്തേന്ന് തന്നെ നമുക്ക് ഒത്തിരി എകരങ്ങൾ വന്നിട്ട് നിറച്ച് കപ്പളമാവും. ഇപ്പം ഒരു തയ്യേക്കാളും ഇപ്പോൾ ഒരു 5-6 തയ്യായി ഒരു തയ്യെ തന്നെ. നിറയെ കപ്പളങ്ങയാണ് കായ്ച്ച് കിടക്കുന്നത്. കണ്ടില്ലേ? നമ്മളതുകൊണ്ട് മണ്ടത്തരം കാണിക്കല്ലേ. നമ്മൾ വളർന്ന് പെരയുടെ മണ്ടേ പോകുമ്പോഴത്തേന് വെട്ടിക്കളഞ്ഞിട്ട് പകുതി വെച്ചിട്ട് വെട്ടിക്കളയണം. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ, ആ വെള്ളം ഇറങ്ങാത്ത പോലെ മൂടിയിട്ടാൽ അവിടെ നിന്ന് അങ്ങ് ഇങ്ങനെ ഓരോ എകരങ്ങൾ വന്നിട്ട് അത് നിറച്ച് കപ്പളങ്ങയായി. ഉണ്ടോ? നിറയെ കപ്പളങ്ങയായി. എത്ര എകരങ്ങളാന്ന് നോക്കിക്കേ, കുറേ ഉണ്ട്. കണ്ടോ, കപ്പളങ്ങയായി കിടക്കുന്നുണ്ടോ? കുറേ എകരങ്ങൾ വന്നിട്ട് കപ്പളങ്ങയായി കിടക്കുന്നുണ്ടോ? കണ്ടോ? അതുകൊണ്ട് നമുക്ക് ഒരു തൈയുടെ പകരം കുറേ തൈകളായി കിട്ടും. കണ്ടോ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കപ്പളം വെറുതെ ചോടേന്ന് വെട്ടിക്കളയില്ല. വെട്ടിയിട്ട് കണ്ടില്ലേ, ഞങ്ങൾ ഈ പകുതിക്കേന്ന് വെച്ചിട്ട് വെട്ടിയേക്കുവാണ്. പകുതിക്കേന്ന് വെച്ചിട്ട് വെട്ടിയിപ്പം അവിടുന്ന് പൊട്ടിക്കിളുത്ത് കണ്ടില്ലേ, ഒത്തിരി കുറേ ഇത് കൊമ്പുകളായിട്ട് ഇങ്ങനെ കിളുത്ത് വന്നിട്ട് അത് നിറച്ച് കണ്ടില്ലേ കപ്പളങ്ങയായി കിടക്കുന്നത്. നമുക്കപ്പോൾ ഒരു തൈ നട്ടാൽ ഒരു തയ്യെന്നല്ലേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ അതാ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ വെട്ടിയുണ്ട് അതിൽ കുറേ തൈകളായി. കണ്ടോ? ഒത്തിരി തൈകളായിട്ട് നിറയെ കപ്പളങ്ങയാവും. കണ്ടോ? ഇനി ആരും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ. പകുതിക്കേന്ന് നമ്മളതിൻ്റെ ചോട് ഇച്ചിരി നിർത്തിയിട്ട് കുറച്ച് നിർത്തിയിട്ട് അതിൻ്റെ മേളിൽ നിന്ന് നമ്മൾ വെട്ടിക്കളയണം. അന്നേരം നമുക്ക് ഇഷ്ടംപോലെ കപ്പളങ്ങ കിട്ടും. പഴുത്തും നമുക്ക് കറി വെക്കാൻ പറ്റും. നമുക്കന്നേരം വേറെ നടേണ്ട ആവശ്യമില്ല. കണ്ടോ? ആ ഒരു കപ്പളമാണ് കണ്ടില്ലേ. നമ്മളത് ആ മറിച്ച് വെട്ടിയിട്ട് ഫുള്ള് മറിച്ച് കളഞ്ഞില്ല, നമ്മൾ ചായച്ചിങ്ങനെ ഇട്ടു. ചായച്ചിട്ടപ്പോൾ അവിടുന്ന് കിളുത്ത് വന്നിട്ട് കണ്ടില്ലേ, ചാഞ്ഞ് കിടന്നേത്തേന്ന് അവിടെയും നമുക്ക് കപ്പളങ്ങയായി. കണ്ടോ? ഇത് നിങ്ങളെ കാണിക്കാനാണ് ഞാനിന്ന് വീഡിയോയിലേക്ക് വന്നത്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരെയും ഇത് അറിയിക്കണം. അപ്പം വെറുതെ വെട്ടിക്കളയത്തില്ലല്ലോ ആരും.